ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. LDF ഒറ്റപ്പാലം നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന തീരുമാനമെടുത്ത് വരുന്ന ദിവസങ്ങളിൽ അതിനുവേണ്ടി സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കണം എന്നത് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കുക എന്നത് ഈ നാട് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടന്നത്. 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് 900-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ 582 പഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നാം ഭരിക്കുകയുണ്ടായി. ഈ 5 വർഷക്കാലം 152 ബ്ലോക്കുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 152 ബ്ലോക്കുകളിൽ 113 ബ്ലോക്കുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഭരണമുണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റികൾ ഏതാണ്ട് 44 മുനിസിപ്പാലിറ്റികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഭരിച്ചത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലായിരുന്നു. 6 കോർപ്പറേഷനുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 6 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മൾ ഭരിച്ചത്. 23,612 പേരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്ന 9-ാം തീയതിയും 11-ാം തീയതിയുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു പോകുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടിയാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, ആ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഈ കേരളത്തിലെ ഏതാണ്ട് 1.25 കോടിയോളം വരുന്ന മനുഷ്യരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ചു പോകുന്നത് എന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണെങ്കിലും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിൽ ഒരു സങ്കോചവും ഉണ്ടാകേണ്ടതില്ല.